വേഗത്തിൽ വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തീയ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടിയിരിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ഇവ പറഞ്ഞ വിഷയങ്ങളുടെ മേലെല്ലാം അതിവേഗത്തിൽ ഓടുന്ന ദൈവത്തിന്റെ വചനം തന്നെ ചെന്ന് സൗഖ്യമാക്കട്ടെ, വിടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വലിയ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ കണ്ണിന് ആശ്ചര്യമെന്ന് നമ്മൾക്ക് അടുത്ത ദിവസങ്ങളിൽ പറയത്തക്കവണ്ണം കർത്താവിന്റെ വലങ്കരം അവിടെയൊക്കെയും പ്രവർത്തിക്കേണ്ടതിന് വാസ്തവമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ആ പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിന്റെ വചനത്തിന്റെ അടുക്കിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അതേ വചനം, ക്രിസ്തുവാകുന്ന വചനം ജഡമായിട്ട് തീർന്നു. കർത്താവായ യേശു ക്രിസ്തു അവരുടെ നടുവിൽ അന്ന് ആ 2000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കടന്നു വന്ന് ഇന്ന് നമ്മളുടെ നടുവിൽ വചനം ജഡമായിരിക്കുന്നവന്റെ സാന്നിധ്യം ഉള്ളതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം വളരെ വളരെ ശക്തമായ, അതുപോലെ ആഴമേറിയ ചില സത്യങ്ങളായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിച്ചത്. അത് ഇസ്രായേൽ മക്കളെ എരിഹോ മതിലുകളെ തകർത്തത് എങ്ങനെയാണ്, നമ്മളുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിലുള്ള മതിലുകൾ എന്തൊക്കെയാണ്, ക്രിസ്തുയേശുവിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായിട്ട് നമ്മളുടെ ഒക്കെയും ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തില് ഉയർന്നു നിൽക്കുന്ന മതിലുകളുണ്ട്, ചിന്തകളാകുന്ന മതിലുകളുണ്ട്. അത് ദൈവഹിതമല്ലാത്ത ചിന്തകൾ മതിലുകളാണ്, പിശാച് കൊണ്ടുവന്നിടുന്നത് മതിലുകളാണ്, നമ്മുടെ വിഷയങ്ങൾ പലപ്പോഴും മതിലുകളാണ്, മുൻപോട്ട് പോകാൻ കഴിയാത്തതുപോലെ. എന്നാൽ അതിനെയൊക്കെ എങ്ങനെ ജയിക്കണമെന്ന് കഴിഞ്ഞ മാസം നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. അതുപോലെ ഇന്ന് വീണ്ടും നമുക്ക് കടന്നു വരാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായത്തിന്റെ 29-ാം വാക്യം. നമ്മൾ 30-ാം വാക്യമാണ് കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. പെട്ടെന്ന് എന്റെ ശ്രദ്ധയിലേക്ക് അന്ന് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവന്ന 30-ാം വാക്യമായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും 11-ാമത്തെ അധ്യായം വായിച്ചപ്പോൾ അതിന്റെ തൊട്ട് മുമ്പിലൊരു കാര്യം 29-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച് അവിടെ പറയുന്നു. വിശ്വാസത്താൽ അവർ ഇസ്രായേൽ മക്കൾ, വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. അത് മിസ്രൈമർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ശരിക്കുമുള്ള അതിന്റെ മൂലഭാഷയിലെ അർത്ഥം ചെങ്കടൽ അവരെ വിഴുങ്ങിക്കളഞ്ഞു എന്നാ. ചെങ്കടൽ വാ തുറന്ന് മിസ്രൈമരെയും ഫറവോന്റെ സൈന്യത്തെയും രഥത്തെയും വിഴുങ്ങിക്കളഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ച് 29-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ 30-ാമത്തെ വാക്യത്തിൽ ചിന്തിച്ചത് ഇസ്രായേൽ മക്കള് വിശ്വാസത്താൽ 7 ദിവസം ചുറ്റി നടന്ന് എരിഹോ മതിൽ വീണു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് അവർ ചെങ്കടലിൽ കൂടി കടന്നു. അപ്പോൾ ഈ ചെങ്കടൽ കടക്കുമ്പോഴേ ഇവിടെ രണ്ടുപേരും ഉണ്ട്. എരിഹോ മതിൽ തകർക്കുമ്പോഴേ ഫറവോന്റെ സൈന്യം കൂടെയില്ല. ഫറവോന്റെ അതിനകത്ത് യാതൊരു കയ്യുമില്ല. അവരതിന് ശ്രമിക്കാൻ പോലും ദൈവം അനുവദിച്ചില്ല. എന്നാൽ ഇവിടെ ചെങ്കടൽ കടക്കുമ്പോഴ് ഇസ്രായേൽ മക്കൾ കടക്കുന്നുണ്ട്, പിന്നാലെ ഫറവോന്റെ സൈന്യം എരച്ചു വരുന്നുണ്ട്. അപ്പോൾ ചെങ്കടൽ കടക്കുന്ന ഇസ്രായേലിനും അവരെ പിന്തുടരുന്ന മിസ്രൈമിനും പക്ഷെ തമ്മിലൊരു വ്യത്യാസമുണ്ട്. രണ്ടുപേരും ചെങ്കടൽ കടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെങ്കിൽ ഇത് തമ്മിൽ വളരെ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നു. രണ്ടുപേരും ധൈര്യത്തോടെ ആ ചെങ്കടലിലേക്ക് കാലുകൾ എടുത്തു വെച്ചു. പക്ഷെ ഇസ്രായേൽ മക്കൾ എടുത്തു വെച്ചതുപോലെയല്ല മറ്റവർ ചെയ്തത്. ഒരുപക്ഷെ മറ്റവർക്ക് സൈന്യബലവും കുതിരബലവും ആൾബലവും പ്രൗഢിയും പണത്തിന്റെ ബലവും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ധൈര്യത്തിന്റെ മൂല കാരണം അവരുടെ കുതിരബലമാണ്, അവരുടെ അശ്വബലമാണ്. ആ ബലം ഇസ്രായേൽ മക്കൾക്കില്ല. എന്നാൽ അപ്രകാരം ഏറിയൊരു ബലത്തോടു കൂടിയാണ് മിസ്രൈമിൽ വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നാൽ മിസ്രൈമർക്ക് ഇല്ലാത്ത ഒരു കാര്യം, ഇസ്രായേൽ ജനത്തിന് ഇല്ലാത്തൊരു കാര്യം നമ്മൾ മിസ്രൈമിലുണ്ടെന്ന് പറഞ്ഞു, ഫറവോന്റെ ജനത്തിന്. എന്നാൽ ഫറവോന്റെ ജനത്തിന് ഇല്ലാത്ത ഒരു കാര്യം ഇസ്രായേൽ മക്കൾക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, വിശ്വാസം. ധൈര്യം മാത്രം പോരാ, വിശ്വാസത്തോടു കൂടിയ ധൈര്യം വേണം. നമ്മളിൽ പലർക്കും ഒന്നുകിൽ വിശ്വാസം കാണും, ധൈര്യം കാണത്തില്ല. ഇല്ലെങ്കിൽ ധൈര്യം കാണും, വിശ്വാസം ഒട്ടുമേ കാണത്തില്ല. ഇത് രണ്ടും കൂടെ ഒരു പക്ഷിയുടെ 2 ചിറക് പോലെ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ കാര്യങ്ങൾക്ക്
ചെങ്കടലിന്റെ നടുക്കിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇസ്രായേൽ മക്കൾക്ക് വിശ്വാസത്തോട് കൂടിയ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എന്നാൽ മിസ്രൈം ജനങ്ങൾക്ക് അവർക്ക് കുതിരശക്തിയോടുകൂടി ചേർന്നൊരു ധൈര്യമാണ് ഉണ്ടായിരുന്നത്. അത് ദൈവസന്നിധിയിൽ വിലപ്പോകത്തില്ല. ഈജിപ്തുകാർക്ക് ഇസ്രായേലിയരെക്കാളും അല്ലെങ്കിൽ അധിക ധൈര്യമായി കൂടുതൽ ഉണ്ടായിരുന്നുവെങ്കിലും അവർക്കില്ലായിരുന്നു മറ്റൊരു കാര്യം, ഏക ദൈവത്തിലുള്ള വിശ്വാസമില്ലായിരുന്നു. ഇവിടെ എല്ലാം വിശ്വാസത്താൽ എന്ന് പറയുമ്പോൾ എന്തിലുള്ള വിശ്വാസത്താൽ? നമ്മളത് പ്രത്യേകമായിട്ട് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറയും നമ്മൾ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം എന്നുള്ളത് നമ്മുടെ ഹൃദയം തന്നെ നമ്മളോട് ഡിഫൈൻ ചെയ്യണം. അത് എന്താണ് ഞാൻ കൃത്യമായിട്ട് വിശ്വസിക്കേണ്ടതെന്നുള്ളത്. ദൈവത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നു, പിശാചും വിശ്വസിക്കുന്നു, പിശാചു വിറക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വിശ്വസിക്കേണ്ടത്? ആ ദൈവം ആരെന്നറിഞ്ഞു വേണം അവനെ വിശ്വസിക്കാൻ. ആ ദൈവത്തിന്റെ സ്വഭാവം എന്തെന്നറിഞ്ഞു വേണം അവനെ വിശ്വസിക്കാൻ. ആ ദൈവം ഞാനുമായിട്ട് എങ്ങനെ കണക്റ്റഡ് ആയിരിക്കുന്നത്, ആ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്ത കാൽവരി ക്രൂസിൽ ചെയ്ത ആ അത്ഭുത പ്രവൃത്തി, ആ ദൈവത്തിന്റെ കാൽക്കുലേഷനിലുള്ള ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള തന്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആഗ്രഹങ്ങൾ, കൽപ്പനകള്, ഇന്ന വഴിയിൽ കൂടി നടക്കണം എന്നുള്ള ആ ആഗ്രഹങ്ങൾ, അത് അറിഞ്ഞാണ് നമ്മൾ ഈ ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഭവനത്തിൽ ജനിച്ചു, മക്കളായിട്ട് ജനിച്ചു, നമ്മൾ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മൾ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ അവരുടെ ഇഷ്ടം നമ്മൾ അറിഞ്ഞിട്ടാണ് കീഴ്പ്പെടുന്നത്. അത് അല്ലാതെ ആരോ പറഞ്ഞത് അപ്പനാ, മറ്റൊരാൾ പറഞ്ഞത് അമ്മയാ, അങ്ങനെ ഒരു ഫിഗർ കണ്ടിട്ടല്ലല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ല, പക്ഷെങ്കില് അവരുടെ സ്വഭാവം എന്താണ്, അവര് ഞാനുമായിട്ടുള്ള കണക്ഷൻ എന്താണ്, അവർ എനിക്ക് വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നത്, എന്നിൽ നിന്ന് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞിട്ടാണ് നമ്മൾ അവരിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ അർത്ഥം. എന്തിലെങ്കിലും വിശ്വസിക്കുക എന്നുള്ളതല്ല. അതെ, വായുവിൽ മുഷ്ടിയുദ്ധി ചെയ്യുന്നവരെ പോലെ അല്ല ദൈവത്തിലെ വിശ്വാസം. ഇവിടെ ഈജിപ്തുകാർക്ക് മിസ്രൈമർക്ക് ഇല്ലാത്ത ഒരു വലിയ കാര്യം ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. ഏക ദൈവമായ ഇസ്രായേലിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോട് ഉടമ്പടി ചെയ്ത ദൈവം, ക്രിസ്തുവിനെ മോശ പറഞ്ഞു നിങ്ങളുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരുവനെ ദൈവം എഴുന്നേൽപ്പിക്കും, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. അല്ല, അങ്ങനെ അതിലുള്ള വിശ്വാസം ആണ് ഈ ഇസ്രായേൽ മക്കൾക്കുള്ളത്. ആ വിശ്വാസത്തോടു കൂടിയാണ് ഇവർ ചെങ്കടലിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് കാണാം, പലതുകൊണ്ടും ഫറവോന്റെ ജനത്തെക്കാൾ വിശേഷതയുള്ളവരെ ഇവര് ഇസ്രായേൽ ജനം. അവർ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തളി ആചരിച്ചു, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളൊക്കെ ആചരിച്ചു, ആദ്യഫലക്കറ്റ പെരുന്നാള്, ഇതെല്ലാം ദൈവകൽപ്പന ചെങ്കടലിന് മുമ്പേ കൊടുത്ത് അവരെ അവിടുന്ന് ഇറക്കി അവിടുന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ ഈ ചെങ്കടലിലേക്ക് കാലുകുത്തുന്നത്. മിസ്രൈമിന്റെ ഈജിപ്തിന്റെ ഫറവോന്റെ ജനങ്ങൾക്ക് ഇതുവല്ലോ ഉണ്ട്. എന്ത് കുഞ്ഞാടിന്റെ രക്തത്തളി, അവർക്ക് എന്ത് കുഞ്ഞാട്, അവർക്ക് എന്ത് രക്തം, എന്ത് പുളിപ്പില്ലാത്തപ്പം, ഇതൊക്കെ എവിടെ കിടക്കുന്ന കഥ. അവർക്ക് അതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എന്നാൽ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ജനമാണ് അത് ചെങ്കടലിലേക്ക് കാലുകൾ എടുത്തു വയ്ക്കാൻ ഇവിടെ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ ഒരു അന്ത്യമുണ്ടായി. രണ്ടു കൂട്ടരുടെയും ഡെസ്റ്റിനി വ്യത്യസ്തമായി. രണ്ടു കൂട്ടരുടെയും അവസാനം രണ്ടു തരത്തിലായിപ്പോയി. ഇസ്രായേൽ മക്കൾ ജീവനോടെ മറുകര കടന്നു. മറ്റവര് ആ വെള്ളത്തിൽ തന്നെ, ഏത് വെള്ളം ഇവരെ ജീവനോടെ മറുകര കടത്തിയോ അതേ വെള്ളം തന്നെ ഈജിപ്തിലെ ജനങ്ങളെ മുക്കിക്കൊന്നു, വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര ദാരുണമായ ഒരു അന്ത്യമാണ്. അപ്പോൾ നമ്മൾ കണ്ടു, ആ വ്യത്യാസം നമ്മൾ കണ്ടു. ശ്രേഷ്ഠമായ ഒരു ജനം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ 10 പ്രാവശ്യം അവർ ദൈവത്തോട് മത്സരിച്ച് 10 പ്രാവശ്യം സംഖ്യാപുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വീണ്ടും വീണ്ടും ദൈവത്തോട് പെറുപുറത്ത് പലതുകൊണ്ടും ദൈവത്തിന്റെ ഹൃദയത്തെ മുഷിപ്പിച്ച ഒരു ജനമാണെന്ന് ഓർക്കണം. എന്നിട്ടും അവരുടെ പേര് എബ്രായ ലേഖനത്തിന്റെ 11-ാമത്തെ അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു, വിശ്വാസത്താൽ അവർ ചെങ്കടൽ കടന്നു, വിശ്വാസത്താൽ അവർ എരിഹോ മതിലിനെ തകർത്തു. ഇവർ ചെങ്കടലിന്റെ അടുത്ത് വന്നപ്പോൾ ഇപ്പൊ ചെങ്കടലിന്റെ അവിടെ നടന്ന കാര്യം അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വായിക്കണം. അവിടെ മാത്രമേ നമുക്ക് ചെങ്കടലിന്റെ അവിടെ വന്ന് നിന്നപ്പോഴുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡൊക്കെ നമുക്കൊന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട, വിശ്വസിക്കേണ്ട ഒരു കാര്യം, എന്റെ ജീവിതത്തിന്റെ പല ചെങ്കടലുകളും ദൈവം എന്നെ കടത്തി. നമ്മുടെ മുമ്പ് നിന്ന പല എരിഹോവിന്റെ മതിലുകളും ദൈവം ഇടിച്ചു കളഞ്ഞ് നമ്മളെ ഓരോരുത്തരും അവിടെ കൊണ്ടുപോയി. പക്ഷെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്ത് എന്തെങ്കിലും ശ്രേഷ്ഠ പ്രവൃത്തി കൊണ്ടൊന്നുമല്ല.
ആ കർത്താവ് യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ദൈവത്തെ കൂടെ കൂടെ നമ്മൾ വേദനിപ്പിച്ചിട്ടും കൂടെ കൂടെ നമ്മൾ അവിശ്വസിച്ചിട്ടും കൂടെ കൂടെ അവന്റെ വാഗ്ദത്തങ്ങളെ മറന്ന് പുറകിൽ എറിഞ്ഞു കളഞ്ഞിട്ടും കൂടെ കൂടെ അവന്റെ കൽപ്പന ലംഘികളായിട്ട് നമ്മൾ തീർന്നിട്ടും നമ്മളെ ചെങ്കടൽ കടത്തുന്ന ഒരു ദൈവത്തിന്റെ വലിയ അത്ഭുത പ്രവൃത്തിയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് കടന്നു വരാൻ പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 10 തൊട്ട് 14 വരെയുള്ള വാക്യം. നിങ്ങളുടെ വേദപുസ്തകം ഒന്ന് തുറന്ന് ആ ഭാഗം ഒന്ന് മുൻപിൽ വെച്ചാൽ നമുക്ക് കുറെ കൂടെ ആഴത്തിൽ അത് പഠിക്കാം. അവരെന്തൊക്കെയാ ചെയ്തത്? ചെങ്കടലിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുക. അവരെന്തൊക്കെ ചെയ്തു? 10-ാം വാക്യം. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട് 11-ാം വാക്യം, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിക്കാൻ കൂട്ടിക്കൊണ്ട് വന്നത്? ദൈവത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ജനം. ഇവരാണ് ചെങ്കടൽ കടന്നത്. പിന്നെ നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്താ? ആ ചോദ്യം കേട്ടാല് നീ എന്നെ എന്തിനാ ജനിപ്പിച്ചത് എന്ന് ചോദിക്കുന്നതിന് തുല്യ ഇല്ലേ? എന്നെ എന്തിന് എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ ജനിപ്പിച്ചു? എനിക്ക് എന്തിനിങ്ങനെ ഒരു അപ്പനെ അമ്മയെ തന്നു എന്നതിന് തുല്യമായ ഒരു ചോദ്യമാണ് ഇവരിവിടെ ചോദിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ എന്ത് പാപമാ മോശയെ നിന്നോട് ചെയ്തത് എന്നവർ ചോദിച്ചു. 12-ാം വാക്യം, മിസ്രയീമ്യർക്ക് വേല ചെയ്യാൻ ഞങ്ങളെ വിടണം. ഇവർ നിൽക്കുന്ന എവിടെന്ന് ഓർക്കണേ, ചെങ്കടലിന്റെ വാതിൽക്കൽ നിൽക്കുക. ദൈവം ചെങ്കടല് വിടരാനായിട്ട് എല്ലാം സ്വർഗത്തിൽ പദ്ധതി ഇട്ടിരിക്കുക. ലോകസ്ഥാപനത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ ഉള്ളൊരു പദ്ധതിയായത്. ഇവര് പറയാ ഞങ്ങളെ അങ്ങ് തിരിച്ചങ്ങ് വിടണം എന്ന്. ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് തന്നെ നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത്. ഇവരുടെ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളില് ഇവരുടെ ചോദ്യങ്ങളും ഇവരുടെ പൊറുപൊറുപ്പും ദൈവത്തോടുള്ള ഇവരുടെ മറുതലിപ്പിന്റെ ആഴവും നമുക്ക് കാണാം. 13-ാമത്തെ വാക്യത്തില് അതിന്റെ റിപ്ലൈ മോശ ജനത്തോട് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനാൽ ഇൻസ്പയർഡ് ആകുന്ന മോശയാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അത് ദൈവത്തിന്റെ വാക്കുകൾ തന്നെയാണ്. 13-14-ാമത്തെ വാക്യത്തില് ഇതിന്റെ റിപ്ലൈ കാണാൻ നമുക്ക് കഴിയുന്നു. മോശ ജനത്തോട് പറയുന്നത് എന്താണ്? ഭയപ്പെടേണ്ട. അവര് ഭയപ്പെട്ടു. ഇവിടെ മോശ പറഞ്ഞു ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവേ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതെ ഇരിപ്പീൻ. നമ്മളോടാണ് ഇസ്രായേൽ മക്കൾ പറഞ്ഞതുപോലെയുള്ള ഈ മറുതലിച്ച വാക്ക്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയും തറുതല എന്ന് പറയില്ലേ, എന്നതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയും? നമ്മൾ ഏറെ അധ്വാനിച്ച് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മൾക്കുണ്ടായിരുന്ന ഫൈനാൻസ് ഒക്കെ ഇട്ട് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു നിലയിലാക്കി കഴിഞ്ഞിട്ട് അവർ തിരിഞ്ഞു നിന്ന് നമ്മളോട് ചോദിക്കുക, മരിക്കാനാണോ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്? എന്തിനാ നീ എന്നെ ജനിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മുടെയൊക്കെ പ്രതികരണം എന്തായിരിക്കും? ഇവിടെ ദൈവത്തിന്റെ പ്രതികരണം കണ്ടോ, എത്ര ശാന്തമായിട്ട്. ഇവിടെ മോശയുടെ പ്രതികരണം കണ്ടോ, എത്ര സൗമ്യതയായിട്ട്. അവരോട് പറഞ്ഞുറപ്പിക്കുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങളൊന്ന് മിണ്ടാതിരിക്കുക, നിങ്ങളൊന്ന് വായടച്ചു വെക്കും. ഇവിടെ നമുക്ക് ഏകദേശം 5-6 കാര്യങ്ങൾ ഈ ജനം ചെയ്ത് നമുക്ക് കാണാം. ഒന്ന്, ഈ ജനത്തിന്റെ ഒരു പ്രത്യേകത, ദേ ആർ ദ ഫിയർഫുൾ പീപ്പിൾ. ഭയപ്പെട്ട ഒരു ജനമാണ് ഇവര്. നമ്മൾ കണ്ടു, അവർ ഏറ്റവും ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ അതിന് മറുപടി അവിടെ മോശ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. രണ്ടാമത് അവർ 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, അവർ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളിയുടെ അർത്ഥം they cried out of desperation. ഒരു ഡെസ്പറേഷനിൽ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യാശയില്ലാത്ത ഒരു നിലവിളി. പ്രത്യാശയോടുകൂടി നിലവിളിക്കുന്നതും പ്രത്യാശയില്ലാത്ത നിലവിളിയും രണ്ടും രണ്ടാ. പ്രാർത്ഥനയിൽ പലപ്പോഴും നമ്മൾ നിലവിളിക്കും, നമുക്കൊരു ആശയമില്ലാതെ നിലവിളിക്കും, ആശയോടെ നിലവിളിക്കും. രണ്ടുകൊണ്ട് രണ്ടും ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നുണ്ട്. ഇവിടെ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഞങ്ങളുടെ 2 വശത്തും മലകൾ, ഉയർന്ന മലകൾ, മുമ്പിൽ ചെങ്കടൽ ആർത്തിരമ്പുകയാണ്, പിൻപിൽ ഞങ്ങളെ കൊന്നെടുക്കാനായിട്ട് ഫറവോന് സൈന്യം വരെ. ഇവർക്ക് വേറെ എന്ത് ചെയ്യാൻ കഴിയും? അവർ നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ അതിന്റെ ഉത്തരം കൊടുത്തു. അവര് 3-4 വാക്യത്തിലാണ് പറഞ്ഞത്, പക്ഷെ 2 വാക്യത്തിനകത്ത് മോശ അവർക്ക് മറുപടി കൊടുത്തു. 14-ാമത്തെ വാക്യത്തിൽ അവരുടെ നിലവിളിക്ക് മോശ പറഞ്ഞു, മിണ്ടാതിരിക്കെ, മിണ്ടാതിരിക്കെ, നിങ്ങൾ വായടക്കി വെക്കേ. നമുക്ക് വേദപുസ്തകത്തില്, പ്രവാചക പുസ്തകത്തില് കാണാൻ കഴിയും, നിങ്ങൾ എന്തിനാ എത്ര വേണ്ടി കിടന്ന് നിലവിളിക്കുന്നത്? എന്തുവേണ്ടി നീ നിലവിളിക്കുന്നത്? എന്തിനാ? നിനക്ക് വേണ്ടിയിട്ട് ദൈവം ഉത്തരം തരത്തില്ലേ? നിന്റെ നിലവിളിയുടെ ശബ്ദം നീ ഒന്ന് കുറയ്ക്ക്.
കാരണം നിലവിളിയുടെ ഉദ്ദേശം അവരുടെ ഹൃദയത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയാണ് ദൈവം അത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നു. ഇങ്ങനെ നിങ്ങൾ ഉച്ചത്തിൽ ഇങ്ങനെ നിലവിളിക്കരുത് എന്ന്. മൂന്നാമതായിട്ട് ഇവരെ കുറിച്ച് പറയുന്നത്, ഇവര് ദേ ആർ ദ ഡൗട്ടിങ് പീപ്പിൾ. അവർക്കങ്ങ് സംശയം. അവിടുന്ന് അവര് മിസ്രൈമിലെ ആദിജാതന്മാരെല്ലാം മരിച്ചിട്ട് ഇവരുടെ ഒരൊറ്റ ആദിജാതൻ മരിക്കാതെ ഇവരെ പുറത്തിറക്കി ഇവിടെ വരെ വന്നിട്ട് ഇവർക്ക് സംശയമാണ്. ഇവർ ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ സംശയിക്കുന്ന ഒരു കൂട്ടം ജനം. പലപ്പോഴും ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ സംശയിക്കാറില്ലേ, ദൈവം എന്നെ വീണ്ടെടുത്തതാണോ, ദൈവം കേൾക്കുന്നുണ്ടോ, ദൈവത്തിന് എന്റെ മേൽ വല്ല എന്തെങ്കിലും ശ്രദ്ധയുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സംടൈംസ് വി ഓൾസോ ബിക്കം എ ഡൗട്ടിങ് പീപ്പിൾ. ഇവരെ സംബന്ധിച്ചും 11-ാമത്തെ വാക്യത്തില് അവരുടെ സംസാരത്തില് അവിടെ ചവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ ഞങ്ങളെ കൊണ്ടുവന്നത്, ഞങ്ങൾ ഇവിടെ മരിച്ചു പോയേക്കുവോ എന്ന്. അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തില് അവരെന്താ കൺഫ്യൂസ് ചെയ്യുന്നത്, മരണം അവർ കൺഫ്യൂസ് ചെയ്യുന്നത്. അവരുടെ വായിൽ നിന്ന് വരുന്നത് മരണത്തിന്റെ വാക്കുകളാണ് വരുന്നത്. 13-ാമത്തെ വാക്യത്തില് അതിനും ഉത്തരം മോശെ അവിടെ കൊടുത്തു. യഹോവ നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷ, നിങ്ങളെ മരിക്കാനല്ല ദൈവം കൊണ്ടുവരുന്നത്, നിങ്ങളെ രക്ഷിക്കാനാണ്, നിങ്ങളെ ജീവിപ്പിക്കാനാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം ചെങ്കടലിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഇവർ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നാലാമതായിട്ട് ഈ ജനത്തിന്റെ സ്വഭാവം എന്തായിരുന്നു? ദേ വാണ്ട് ടു ഗോ ബാക്ക്. അവർക്ക് മടങ്ങിപ്പോകണം. അവർക്ക് ഏതിലായിരുന്നു അവർ പണ്ടുണ്ടായിരുന്ന അരാജകത്വത്തിലേക്ക്, പണ്ടുണ്ടായിരുന്ന അടിമത്വത്തിലേക്ക് അവർക്ക് മടങ്ങിപ്പോകണം. 12-ാം വാക്യം പുറപ്പാട് 14:12 അവർ ഇങ്ങനെ പറയുന്നത്, മിസ്രൈമ്യർക്ക് വേല ചെയ്യാൻ ഞങ്ങളെ വിടണം. അന്നേ പറഞ്ഞില്ലേ, അതൊന്നും കൂടെ ഞങ്ങൾ പറയുക. അന്നേ മുൻപേ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഞങ്ങൾ പറയാം. ഞങ്ങളുടെ ആ ഹൃദയം മുഴുവൻ അവിടെ, ഞങ്ങൾ അവർക്ക് വേല ചെയ്തോളാം, ഞങ്ങൾക്ക് ഈ വിടുതലൊന്നും വേണ്ട എന്ന് പറയുന്നതാ. ദേ വാണ്ട് ടു ഗോ ബാക്ക്. അതിന് മറുപടി മോശ ഇവിടെ പറയുന്നുണ്ട്, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണത്തില്ല. നിങ്ങൾ മടങ്ങിപ്പോകേണ്ട കാര്യമില്ല. നിങ്ങൾ അവിടെ മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവിടെ മിസ്രൈമിലൊന്നും കാണത്തില്ലെന്ന്. അതുപോലെ ദൈവം അവരെ തൂത്ത് തുടയ്ക്കാൻ പോവുക. ഇന്നിപ്പോ നിങ്ങൾ കുറച്ചു നേരം കൂടെ കാണും, പിന്നെ ഇവരെ കാണത്തേ ഇല്ല. പിന്നെ ഇവരെ എങ്ങോട്ട് മടങ്ങിപ്പോകാൻ? 5-ാമതായിട്ട് ഇവരുടെ മറ്റൊരു സ്വഭാവം 11-ാമത്തെ വാക്യത്തില് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മരണത്തെ ഭയപ്പെടുന്ന ഒരു ജനം. അവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കത്തില്ല, നിങ്ങൾ രക്ഷപ്പെടും. വീണ്ടും അവരുടെ മനസ്സിൽ കാണും, ഇവരിങ്ങനെ പുറകാലെ സൈന്യം വരിക. അപ്പോൾ ഞങ്ങൾ അവരോട് യുദ്ധം ചെയ്താൽ ജയിക്കാൻ പറ്റുമോ? കാരണം 14-ാമത്തെ വാക്യത്തില് മോശ പറയുന്നുണ്ട്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് പറയണമെങ്കിൽ ഇവരുടെ ഹൃദയത്തിനകത്തുണ്ട്, നമുക്കുള്ള ആയുധമൊക്കെ വെച്ചിട്ട് ഇത്രയും ലക്ഷം ജനമൊക്കെ ഉണ്ടല്ലോ, ഈ ഈജിപ്തുകാരോട് യുദ്ധത്തിനൊന്ന് ഒരുങ്ങിയാലോ എന്നൊരു പക്ഷെങ്കിലും ഇവരുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടായിരിക്കാം 14-ാമത്തെ വാക്യത്തില് മോശ പറയുന്ന യഹോവ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടു 6 തരത്തിലെ ചിന്തകളുള്ള ജനം എവിടെ നിൽക്കുന്നത്. ഭയപ്പെടുന്ന ജനം, അത് മുറവിളി കൂട്ടിയിട്ട് നിലവിളിക്കുന്ന ജനം, പ്രതീക്ഷയില്ലാതെ പ്രത്യാശയില്ലാതെ നിലവിളിക്കുന്ന ജനം, ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെ സംശയിക്കുന്ന ജനം, മരണത്തെ വായുകൊണ്ട് എപ്പോഴും പറയുന്ന ജനം, ഞങ്ങൾ മരിക്കും 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 എന്ന് അവരുടെ ശവക്കുഴി അവർ തന്നെ തോണ്ടാൻ തീരുമാനിച്ച ഒരു ജനം, പഴയകാല ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ജനം, അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിൽ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇനി ഒരുങ്ങണമോ എന്നുള്ളൊരു ചിന്ത ഒരുപക്ഷെ അവരുടെ ഹൃദയത്തിൽ വന്ന ജനം. ഇങ്ങനെ പലവിധമായിട്ടുള്ള ഇമോഷൻ, ഒരു കയോസ് നടക്കുക ഇവരുടെ അകത്ത്. ഒരു ഇമോഷന്റെ എല്ലാം കൂടെ ഒരു പലതരത്തിലുള്ള തിരതല്ല് അവരുടെ ഉള്ളിൽ ഇങ്ങനെ നടക്കുക. അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുക. എന്ത് വിശ്വാസം ഇവരുടെ അകത്തുള്ള? ഇത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മൾ ഇത്രയും ഭാഗം വായിച്ചല്ലേ, 10 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. ഇത്രയും ഭാഗത്ത് നിന്ന് എന്ത് വിശ്വാസം ഇവരുടെ അകത്തുള്ളത്? പക്ഷെ എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അവർ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നെന്ന്. അവർ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. ഇത്രയും കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അതിന്റെ അർത്ഥം ഇത്രയും കാര്യങ്ങളെ അവർ ക്ഷണിച്ചവരുടെ ഹൃദയത്തിൽ വരുത്തി അവർക്ക് അതിൽ ജീവിക്കാൻ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളതിന്റെ അർത്ഥം അവർക്കൊരിക്കലും ഒരു ശിഷ്യത്വത്തിന് വേണ്ടിയിട്ട് വില കൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ശിഷ്യന്മാരാകാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷെങ്കില് അതിനു വേണ്ടിയിട്ട് മരണത്തിന്റെ വാക്കുകൾ മാറ്റിവെക്കാനോ, ഹൃദയത്തിലെ ഭയത്തെ നീക്കിവെക്കാനോ, പഴയതിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ഹൃദയം ആഗ്രഹിച്ചാലും വേണ്ട എന്ന് പറയാനോ, അതിനൊക്കെ ഒരു വില കൊടുക്കണം. കൊടുത്തെങ്കിൽ മാത്രമേ ഇത് അക്കരെ കടക്കാൻ പറ്റത്തുള്ളൂ. വില കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു ജനം.
പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തില് വില കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഭയം നമ്മുടെ ഹൃദയത്തെ grip ചെയ്യും. ഓ, മനുഷ്യരെന്തു പറയും, അവരെന്തു പറയും, ഞാൻ ഈ കാര്യം ഞാൻ അനുസരിച്ചാല് കാര്യമൊക്കെ ശരിയാ, തിരുവചനത്തിലൊക്കെ അതൊക്കെയുണ്ട്, എന്തായാലും എന്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നുണ്ട്, എന്റെ വിഷയങ്ങൾക്കൊക്കെ ദൈവം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരമുണ്ട്, പക്ഷെങ്കിൽ അതെനിക്ക് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറയാനുള്ള പലപ്പോഴും കാരണം നമ്മുടെ ഉള്ളിലെ ഭയമാ. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, അത് എന്റെ നാമനിമിത്തം പലതും നിങ്ങൾ വിടണം, എന്റെ നാമനിമിത്തം. അങ്ങനെ വിട്ടവർ മാത്രമേ എന്റെ ശിഷ്യന്മാരാവാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരണം, സ്വയം ത്യജിക്കണം എന്നൊക്കെയാണ് യേശു ശിഷ്യന്മാരെ ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഇവര് ചെയ്ത ഒരൊറ്റ ഹ്യൂമൻ എഫേർട്ട് ചെങ്കടലിന്റെ മുമ്പിൽ കാണാൻ കഴിയുന്നത് മോശ വടി നീട്ടി എന്നുള്ളത് മാത്രം. ബാക്കിയെല്ലാം ദൈവമാണ് ചെയ്തത്. ബാക്കിയെല്ലാം ദൈവം ഇവർക്ക് ചെയ്തു എന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പോൾ മറ്റൊരു കാര്യം എന്താണ് ദൈവം ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തത്? പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളില് ദൈവം എങ്ങനെ ഇവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു? 19-ാം വാക്യം, അനന്തരം ഇസ്രായേലിയരുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപിൽ നടന്നു. അപ്പോൾ ഇസ്രായേൽ സൈന്യം ഇങ്ങനെ പോവുക, അവരുടെ മുമ്പിൽ ഒരു കൂട്ടം ദൈവത്തിന്റെ ദൂതൻ നടക്കുന്നുണ്ട്. ആ ദൂതൻ എന്ത് ചെയ്തു? അവർ ചെങ്കടലിനോട് അടുക്കുക, ആ ദൂതൻ അവിടുന്ന് മാറി പുറകിൽ നിന്നു. പുറകിൽ കൂടെ ആര് വരുന്നുണ്ട്? ഈജിപ്തിലെ സൈന്യം വരുന്നുണ്ട്. ഫറവോന്റെ സൈന്യം അവരുടെ രഥങ്ങളും കുതിരകളുമായിട്ട് പാഞ്ഞെടുക്കുന്നുണ്ട്. മുൻപിൽ നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപിൽ പോയി എന്നാ നമ്മളിവിടെ വായിക്കുന്നത്. സൈന്യത്തിന്റെ മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്ന് മാറി. അന്ന് വരെ, അപ്പോൾ വരെ ദൈവദൂതനും മേഘസ്തംഭവും ഇവരുടെ മുന്നിലാ പോയി ഇവരെ വഴി കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നാലെ ഫറവോന് സൈന്യം വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ ഈ മുൻപിൽ നടന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ഷെക്കേന ഗ്ലോറി, മേഘസ്തംഭം, ദൈവത്തിന്റെ ദൂതൻ അവിടെ നിന്ന് മാറി ഇവരുടെ പുറകിൽ വന്നു നിന്നു. അവിടെ നിന്ന് മാറി അവരുടെ പിൻപിൽ പോയി നിന്നു. ദൈവത്തിന്റെ കരുതലൊന്ന് ഓർത്തു നോക്കിക്കേ. 20-ാം വാക്യം, രാത്രി മുഴുവൻ മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യം തമ്മിലടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. ഈ പുറവുറുപ്പും ഈ മറുതിരിപ്പും മരണത്തിന്റെ വാക്കുകൾ മാത്രം ഉച്ചരിക്കുന്ന ജനത്തിന്റെ നടുവില് ദൈവത്തിന്റെ കരുണ വെളിപ്പെടുന്ന കണ്ടില്ലേ? പുതിയ നിയമത്തിൽ മാത്രമല്ല ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെട്ടു നിൽക്കുന്നത്. പുറപ്പാട് പുസ്തകം 14 വായിച്ചു നോക്കിക്കേ. ഇത്രയും ആയിരുന്ന ജനത്തെ രക്ഷിക്കാനായിട്ട് മുൻപിൽ നടന്ന ദൈവത്തിന്റെ ദൂതനും മേഘസ്തംഭവും അവിടെ നിന്ന് മാറി പിൻപിലേക്ക് കടന്നു വന്ന് അവർക്കൊരു തടസ്സം സൃഷ്ടിക്കുകയാണ്. അത് പിന്നെ ഒരു കോഴിക്കുഞ്ഞിനെ പരുന്തെടുക്കാൻ വരുമ്പോൾ ഓടിപ്പോയി തള്ളപ്പക്ഷിയെ ചിറകിന്റെ അടിയിൽ എങ്ങനെ ആക്കുന്നത് പോലെ, നമ്മുടെ ഒരു കുഞ്ഞ് അപകടത്തിൽപ്പെടുമ്പോൾ ഓടിപ്പോയി കുഞ്ഞിനെ ഒരു നായ കടിക്കാനായിട്ട് ഓടി വരുമ്പോൾ നമ്മൾ ഓടിപ്പോയി കുഞ്ഞിനെ കോരിയെടുത്ത് കയ്യിൽ വെക്കുന്നത് പോലെ ആ നായ്ക്ക് എത്താൻ കഴിയാതെ കൊണ്ട് ആ കുഞ്ഞിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കും, നമ്മൾക്ക് എത്ര കടിയേറ്റാലും എന്നതുപോലെ ദൈവം ഇവിടെ ചെയ്യുന്നു. അതിൽ അവരുടെ നടുവില് വന്ന് തടസ്സം സൃഷ്ടിച്ച് നിൽക്കുകയാണ്. പലസ്തീൻ നാട്ടിലെ അവിടെ കൂടുതലും ആട്ടിടയന്മാരാണ്. ഞാൻ ഇതിനു മുമ്പ് എന്തോ മെസ്സേജിനിടയ്ക്ക് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൃദയത്തെ വളരെ തൊട്ടു നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം, അതിന്റെ പ്രിൻസിപ്പിൾ ഇവിടെയാണ് സംഭവിക്കുന്നത്. പലസ്തീൻ നാട്ടിലെ അത് ആട്ടിടയന്മാരെ സംബന്ധിച്ച് അവർ വളരെ പ്രൊഫഷണൽ ആട്ടിടയന്മാര്, അല്ലാതെ കുറെ ആടുകളെ എവിടുന്നെങ്കിലും കിട്ടി അങ്ങനെ കുറച്ച് തീറ്റി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതല്ല. ആടുകളെ ശരിയായിട്ട് പഠിച്ചവരാ, ആടുകളോട് സ്നേഹമുള്ളവരാ, ആടുകൾക്ക് ഇടയന്റെ ശബ്ദം അറിയാം, ഇടയന് ആടുകളുടെ ശബ്ദം അറിയാം, ഏതെങ്കിലും ആടിന് ഊനമുണ്ടെങ്കിൽ നന്നായിട്ട് അവർക്ക് തിരിച്ചറിയാം. ആടുകളുടെ ഭാഷ ഇടയനും ഇടയന്റെ ഭാഷ ആടുകൾക്കും അറിയാം. അപ്രകാരം അടുത്ത ഒരു ബന്ധമാണ് അന്നത്തെ ആ പലസ്തീൻ നാട്ടിലെ ആട്ടിടയന്മാരും ആടുകളും തമ്മിൽ. കാരണം അവരുടെ തൊഴിൽ അവർ ആട്ടിടയന്മാരാ. യാക്കോബ് തന്റെ മക്കളുമായിട്ട് അവിടെ വരുമ്പോൾ, ഈജിപ്തിൽ വരുമ്പോൾ, ജോസഫിന്റെ അടുത്ത് വരുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾ ഇടയന്മാരാ. നിങ്ങളുടെ തൊഴിലെന്താ? ഞങ്ങൾ ഇടയന്മാരാ.
അപ്പോൾ ഇങ്ങനെ പോകുന്ന ആട്ടിടയനും ആടുമായിട്ട് പോകുമ്പോൾ ചെന്നായി വരുന്നത് കാണുമ്പോൾ ഇടയൻ എന്ത് ചെയ്യും? അതിന് ഏറ്റവും ബലമുള്ളത് എന്ന് പറഞ്ഞാൽ ഏത് മൃഗത്തോടും മത്സരിച്ച് യുദ്ധം ചെയ്ത് നിൽക്കാൻ കഴിയുന്ന ഒന്നിനെ എടുത്ത ചെന്നായുടെ മുമ്പിലോട്ട് എറിഞ്ഞു കൊടുത്തിട്ട് ഇടയന്റെ ഹൃദയത്തിൽ എന്താ, നീ ഇനി ചെന്നായ നീ ഇനി ഇവനുമായിട്ട് ഒരു കോലാടിനെ, നീ ഈ കോലാടുമായിട്ട് നീ കളിച്ചുകൊണ്ടിരുന്നു, നീ ഈ കോലാടുമായിട്ട് യുദ്ധം ചെയ്തോണ്ട് അവിടെ ഇരിക്കെ, ഈ കോലാടുമായിട്ടുള്ള നിന്റെ സമയം നീ ചെലവഴിച്ചിരിക്കെ. അങ്ങനെ കോലാടുമായിട്ടുള്ള മല്ലയുദ്ധത്തിൽ ആ ചെന്നായി ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഈ നല്ല ഇടയനെ ബാക്കിയുള്ളതിനെ, ഊനമുള്ളതിനെയും കുഞ്ഞാടുകളെയും തള്ളയാടുകളെയും ബലഹീനമായതിനെയും രോഗമുള്ളതും പലതരത്തിലുള്ള ആടുകളാണല്ലോ, ഇതുങ്ങളെല്ലാം കൂടെ പെട്ടെന്ന് നദിക്കക്കരെ കടത്തും. അതിനുശേഷം ഇടയൻ മടങ്ങി വന്നിട്ട് ഈ ചെന്നായുമായിട്ട് യുദ്ധം കൂടി നിൽക്കുന്ന, മുറിവുകൾ ധാരാളം പറ്റിയിട്ടുണ്ട് എങ്കിലും മരിച്ചിട്ടില്ല, മരണത്തോട് വക്കിലെത്തിയിട്ടുണ്ട് ഈ കോലാട്. എന്നാൽ ഈ ഇടയൻ വന്നിട്ട് ഈ കോലാടിനെ ആ ചെന്നായുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് വീണ്ടും നദിക്കക്കരയ്ക്ക് പോകുന്നു. ഇവിടെ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിന്റെ സ്നേഹം, നമ്മളെ രക്ഷിച്ച രക്ഷ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. നമ്മളെ ആക്രമിക്കാൻ വരുന്ന പാപത്തിന്റെ ചെന്നായെ അതിനോട് പോരാടേണ്ടതിന് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ന കോലാട്, അതെ, അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ അവിടെ കൊമ്പ് കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു ആടിനെ അവിടെ കാണുന്നു. ആ കോലാടിനെയാണ് അവിടെ പിന്നെ യാഗമർപ്പിക്കുന്നത്. നമ്മൾക്ക് വേണ്ടിയിട്ട് അതേ ഒരു കോലാട്, അത് ശത്രുവിനോട് പടവെട്ടി രക്തം ചൊരിഞ്ഞത് നിമിത്തം ആ സമയം കൊണ്ട് നമ്മളെ നദിക്ക് അക്കരെ കടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതാണ് ഇവിടെ മുമ്പിൽ നടന്ന ദൈവദൂതനും മേഘസ്തംഭവും ഇവിടെ ഇടയ്ക്ക് വന്ന് നിൽക്കുക. അവരിടയ്ക്ക് വന്ന് നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ഇവർ ചെങ്കടൽ കടന്ന് അപ്പുറം പോകുന്നതും വരെ ഇവിടെ ഇങ്ങനെ നിൽക്കും. അതിനുശേഷം മാത്രമേ ഇവർ മുൻപിൽ കൂടി നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവർ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിഴല് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇവർ ചെങ്കടൽ കടക്കുന്നു എന്ന് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ക്രിസ്തുവിനെ കണ്ടു. കർത്താവ് യേശു ക്രിസ്തു ആണെങ്കിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അപ്പൊ മുൻപ് ഗലീലയിൽ ഇരിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നത്, മനുഷ്യപുത്രനെ പാപികളായ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. പിതാവായ ദൈവം പുത്രനെ പാപികളുടെ കയ്യില്, ആ ചെന്നായ്ക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണം. അതേ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, കൊലോസ്യ ലേഖനത്തിലും വായിക്കുന്നു, നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത നമ്മളെ ഈ ഇരുട്ടിൽ നിന്ന് വിടുവിച്ച് നദി കടത്തി അക്കരയ്ക്ക് കൊണ്ടുപോകേണ്ടതിന് അതേ പിതാവായ ദൈവം തന്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു, ഇസ്രായേൽ മക്കൾ വിശ്വാസത്തോടെ അവർ ചെങ്കടൽ കടന്നു കഴിഞ്ഞിട്ട് 15-ാമത്തെ അധ്യായത്തിൽ അത് നമ്മൾ ഇതിനോട് ചേർത്തൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചെങ്കടൽ കടന്നു കഴിഞ്ഞിട്ട് മോശയും ഇസ്രായേൽ മക്കളും യഹോവയ്ക്ക് പാടി അവർ കീർത്തനം ചൊല്ലി. എങ്ങനെ അവര് പാടിയത്? ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, 15-1, ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടും, അവൻ മഹോന്നതൻ, കുതിരയെയും അതിന്റെ മേൽ ഇരുന്നവനെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിലൊക്കെ അതിനെക്കുറിച്ച് ധാരാളം പറഞ്ഞിട്ടുണ്ട്, ധാരാളം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവർ ചെങ്കടൽ കൂടി കടന്നിട്ട് അപ്പുറത്ത് കടന്നു ചെന്നപ്പോഴത്തേന് വലിയൊരു കൊയറ അവിടെ സംഭവിക്കുന്നത്, വലിയൊരു ആർപ്പ് നാദമാണ് കേൾക്കുന്നത്, വലിയ പാട്ടുകാരുടെ ഒരു സംഘമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവം നമ്മളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. ശത്രുവിനെ, അവന്റെ പകയനെയും കുതിരയും അവന്റെ രഥത്തെയും കടലിന്റെ നടുവിൽ തള്ളിയിട്ടു എന്ന് പറയുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമുക്ക് അവിടെ പിന്നെ മത്തായി സുവിശേഷത്തിലേക്ക് വന്നു കഴിഞ്ഞാല് അവിടെ കാണാം. അപ്പൊ ഇവരിവിടെ ചെങ്കടൽ കടന്നിട്ട് അപ്പുറത്ത് ചെന്നപ്പോഴ് അവിടെ ജനത്തിന്റെ കൂട്ടത്തിൽ അമ്മമാരുണ്ട്, ഗർഭിണികളുണ്ട്, കൈക്കുഞ്ഞ് കയ്യിലുള്ളവരുണ്ട്, വയസ്സായവരുണ്ട്, ഇങ്ങനെ പല ഏജിലുള്ളവരുണ്ട്. അപ്പൊ കൊച്ചു കൈക്കുഞ്ഞുങ്ങളെയും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയും കൊണ്ട് ചെങ്കടൽ കടന്നവരും അതിനകത്തുണ്ട്. അപ്പോഴൊന്ന് ഓർത്ത് നോക്കിക്കേ, അവര് ചെങ്കടൽ കൂടി നടന്നിങ്ങനെ പോകും, പോയിട്ട് അപ്പുറത്ത് ചെല്ലുന്നുണ്ട്, കുഞ്ഞിന് കരഞ്ഞു വിശക്കുന്നുണ്ടായിരിക്കും. അപ്പം പറയും, മക്കളെ അവിടെ നിന്ന് നിൽക്കുക, നമുക്കിതൊന്ന് നടന്നൊന്ന് അപ്പുറത്തോട്ടൊന്ന് ചെന്ന് ഞാൻ ഒരിടത്തൊന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ടാട്ട്
കുഞ്ഞിന് ഞാൻ പാല് തരാം എന്ന് പറയുന്ന തള്ളമാർ അതിനകത്ത് കാണുമല്ലോ. അവരപ്പുറത്ത് ചെന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, കുഞ്ഞിനെ മാറോട് ചേർത്ത് ഇരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എന്താ? മോശയും കൂട്ടരും എല്ലാവരും കൂടെ പാട്ടുപാടുകയാണ് ചെയ്യുന്നത്. മോശയുടെയും കൂട്ടരുടെയും പാട്ടുപാട് യഹോവയ്ക്ക് 15-ാമത്തെ അധ്യായം ഒന്ന് വായിക്കണം. 15-ാമത്തെ അധ്യായത്തിനകത്ത് വേറെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞാണ് അവര് ദൈവത്തിന് പാട്ടുപാടുന്നത് എന്നുള്ളത്. ഞാൻ യഹോവയ്ക്ക് പാട്ടുപാടുവൻ മഹോന്നതൻ. 2-ാം വാക്യത്തിൽ എന്റെ ബലവും എന്റെ ഗീതവും യഹോവയത്രേ, അവൻ എനിക്ക് രക്ഷയായി തീർന്നു. അവൻ എന്റെ ദൈവം, ഞാൻ അവനെ സ്തുതിക്കും. അവൻ എന്റെ പിതാവിൻ ദൈവം, ഞാൻ അവനെ പുകഴ്ത്തും. യഹോവ യുദ്ധവീരൻ. കണ്ടോ, യഹോവ യുദ്ധവീരൻ. അപ്പൊ ഇവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്, അവിടെ ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുമെന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം അവരവരുടെ മാംസഭുജത്താൽ യുദ്ധം ചെയ്യാനൊക്കെ ഒരുപക്ഷെ ചിന്തിച്ചു കാണും. അല്ലെങ്കിൽ മോശ ഇവിടെ ഇങ്ങനെ പാടത്തില്ലല്ലോ. യഹോവ യുദ്ധവീരൻ, യഹോവ എന്ന അവന്റെ നാമം. ഫറവോന്റെ രഥങ്ങളെയും സൈന്യത്തെയും അവൻ കടലിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ആഴിയവരെ മൂടി, അവർ കല്ലുപോലെ ആഴത്തിൽ താണു. 15-ാമത്തെ അധ്യായം മുഴുവനും മോശയുടെ പാട്ടാണ് അവർ പാടുകയാണ്. നമ്മൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാമല്ലോ. നമുക്കറിയാം, കുഞ്ഞ് പാല് കുടിച്ചോണ്ടിരിക്കുമ്പോഴോ കുഞ്ഞ് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴോ പെരുവിരലിൽ വേണം വീട്ടിലുള്ളവർ നടക്കാൻ. ഒരല്പം ശബ്ദം കേട്ടാൽ, ഒരു പേപ്പർ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ, ഒരു പ്ലാസ്റ്റിക് കവർ അനങ്ങുന്ന ശബ്ദം കേട്ടാൽ കൊച്ചിന് അത് മതി ഉണരാനായിട്ട്. അപ്പോഴൊന്ന് ഓർത്ത് നോക്കി, ചെങ്കടലിന്റെ തീരത്ത് വലിയൊരു കൊയർ അവിടെ നടക്കുക. ഈ കുഞ്ഞ് പാലും കുടിക്കാനായിട്ട് അവിടെ ഇരിക്കുക. കുഞ്ഞ് പെട്ടെന്ന് ഈ പാട്ടുകളുടെ ശബ്ദമെല്ലാം കേട്ടിട്ട് കുഞ്ഞ് പെട്ടെന്ന് പാലുകൂടി നിർത്തിയിട്ട് വെട്ടിത്തിരിഞ്ഞിട്ട് നോക്കുന്ന ഒരു അനുഭവം ഇവരുടെ താൽമൂദിൽ എഴുതിയിരിക്കുന്നതാണ്. യഹൂദ ഡോക്യുമെന്റ്സിൽ എഴുതിയിരിക്കുന്ന കുഞ്ഞ് വെട്ടിത്തിരിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഇവരുടെ ആഹ്ലാദം കണ്ടിട്ട് അതോട് ചേർന്ന്, നമുക്കറിയാലോ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കാൻ അറിയത്തില്ലെങ്കിലും പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങൾ അതനുസരിച്ച് അവരുടെ ശരീരത്തെ അവർ കുലുക്കി അവർ അത് എൻജോയ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ നോക്കണം, കുഞ്ഞുങ്ങള് അവിടെ അതിനോട് ചേരുന്നൊരു അനുഭവം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. നമുക്കത് കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം 21-15-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യേശു കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുക കഴുതക്കുട്ടിപ്പുറത്ത്. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശാന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെ കണ്ടിട്ട് അവർ നീരസപ്പെട്ടു. ഇവൻ പറയുന്നത് കേൾക്കുന്നുവോ എന്ന് അവനോട് ചോദിച്ചു. യേശുവിനോട് ചോദിക്കുക, നീ കേൾക്കുന്നുണ്ട്? ഇവരൊക്കെ എന്താ ഈ വിളിച്ചു പറയുന്നത്? എന്താ ഇവർക്ക് ഇത്ര ആഹ്ലാദിക്കാനുള്ള കാര്യം എന്തുവാ? ഇവരുടെ ജോലിയൊക്കെ വിട്ടിട്ട് ഇവര് കഴിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നതിനെ അലക്കുറിച്ച് അവർക്ക് ചിന്തയില്ല. അവരിതാ വന്നിട്ട് നിനക്ക് ഹോശാന പാടുന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞൊരു വാക്ക്. യേശു പറഞ്ഞു, ഉവ്വ് അതെ, ഞാൻ കേൾക്കുന്നുണ്ട്. അവര് പാടുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആർക്കുക, ബാലന്മാർ ആർക്കുക. അവിടെ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നീ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? ഇത് യേശു ഇവിടെയല്ല പറഞ്ഞു തുടങ്ങുന്നത്. ഇത് നേരത്തെ എഴുതിയിട്ടുള്ള കാര്യമാ. ഇത് നേരത്തെ സംഭവിച്ച കാര്യമാ. ഇത് എവിടെ സംഭവിച്ചത്? ചെങ്കടലിന്റെ തീരത്ത്. അത് സങ്കീർത്തന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. സങ്കീർത്തന പുസ്തകം 8-ാം സങ്കീർത്തനത്തിന്റെ 2-ാം വാക്യത്തിലേതാണ് കർത്താവ് യേശുക്രിസ്തുവിടെ കോട്ട് ചെയ്യുന്നത്. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ. കണ്ടോ, മിസ്രൈമിലെ രഥങ്ങളെയും ഫറവോന്റെ കൂട്ടരെയും കണ്ടോ? നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. ആ കാലത്ത് ശിശുക്കളും മുല കുടിക്കുന്നവർ പോലും അവരുടെ തല പൊക്കിയിട്ട് അവരിരുന്ന മടിയിൽ നിന്ന് അവർ ഉയർന്നു നോക്കിയിട്ട് ദൈവത്തെ പുകഴ്ത്തി എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ മോശ ഇവിടെ പാട്ടുപാടി. മോശ പാടിയത് കൊണ്ട് അത് നിന്നില്ല. മോശ പാടിയത് പോരായിരുന്നു. മിറിയാം തപ്പെടുത്തു. 15:20 യഹോരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്തു. സ്ത്രീകളെല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു. എന്താ മോശ പാടിയ സ്തോത്രം മാത്രം പോരായിരുന്നോ മിരിയാമിന്? മോശ പാടിയത് കൊണ്ട് മാത്രം അവിടെ ഒരു പൂർത്തീകരണം ഉണ്ടായില്ലേ? പിന്നെ എന്തായിരുന്നു മിറിയാമിന് അവിടെ ഉണ്ടായിരുന്ന ഒരു റോൾ എന്തായിരുന്നു? സ്ത്രീകൾ ഇങ്ങനെ പുരുഷന്മാർ ചെയ്തതിന്റെ അപ്പുറത്ത് കയറി അതിന്റെ വാലെ പിടിച്ച് സ്ത്രീകൾ ചെയ്യാവോ? ഇതൊക്കെ ഒരു ചോദ്യം നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒന്ന് ഉന്നയിക്കാൻ പറ്റും. പക്ഷെ മിറിയാം ഇവിടെ തപ്പെടുത്ത് പാടി. എന്താ കാര്യം? എന്താ? മിറിയാം മോശയുടെ മൂത്ത സഹോദരിയാ. തന്റെ മോശയുടെ ജനന സമയത്ത് ആ എബ്രായര് ഫറവോന്റെ അടിമത്തത്തിന്റെ കീഴില, അവരനുഭവിച്ച പീഡനത്തിന്റെ കീഴിലാണ് കിടക്കുന്നത്.
കിടക്കുന്നത്. അന്നുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ നശിപ്പിച്ച് കളയണമെന്ന് സൂതികർമ്മിണികളോട് അവിടെ രാജാവ് ഉത്തരവിട്ടിരിക്കുന്ന ഒരു സമയത്താണ് മോശ പിറക്കുന്നത്. അപ്പോൾ മോശയുടെ സഹോദരി മിറിയാം അവിടെ ഉണ്ട്. അവൾക്ക് നല്ല തിരിച്ചറിവുള്ള പ്രായമാണ്. അവൾ അത് മനസ്സിലാക്കാൻ കഴിയുന്നൊരു ജ്യേഷ്ഠ സഹോദരി. ആ പീഡനത്തിന്റെ ആഴമായ വേദനയുടെ നടുവിലാണ് ഈ മോശ ജനിക്കുന്നത്. അപ്പൊ മോശയ്ക്ക് ആ വേദനയുടെ ആഴം അത്ര അറിയില്ല. ആ അപ്പന്റെ അമ്മയുടെ പെടപെടപ്പ് ഈ സഹോദരി കണ്ടതാ. മിറിയാമിന് നന്നായിട്ട് അറിയാം. ആ വീടിനകത്തുണ്ടായിരുന്ന മൂകതയും ആ വീടിനകത്ത് അവർ നിലവിളിച്ചതും ദൈവത്തോട് അവർ നിലവിളിച്ചതൊക്കെ നന്നായിട്ട് ആർക്കറിയാം? ഈ ജ്യേഷ്ഠ സഹോദരിക്ക് അറിയാം. മോശയ്ക്ക് അറിയുന്നതിലും കൂടുതലായിട്ട് മോശയുടെ ജനനത്തിലെ ഉള്ള ദൈവത്തിന്റെ പദ്ധതിയും ഇപ്രകാരം ദൈവം ചെയ്തതും അതേ മിറിയാമിന് നന്നായിട്ട് അറിയാം. അന്ന് മോശ എവിടെ ആയിരുന്നു? മോശയുടെ ജനനം എന്തായിരുന്നു? ഇന്നിതാ ഇത്രയും ലക്ഷം ജനങ്ങളുമായിട്ട് ചെങ്കടൽ കടക്കാൻ തക്കവണ്ണം ഈ ഒരു മനുഷ്യനെ ദൈവം എടുത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണം ദൈവമേ നീ എവിടെ വരെ കൊണ്ടുവന്നു. എങ്ങനെ മിറിയാമിന് പാടാതിരിക്കാൻ കഴിയും? മോശയ്ക്ക് പാടാൻ കഴിയാത്ത പല വാക്കുകളും, മോശയ്ക്ക് പാടാൻ കഴിയാത്ത പല പാട്ടും മിറിയാമിന് പാടാൻ കഴിയും. ഇന്നൊരു പക്ഷെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്തെയോ നമ്മുടെ സമൂഹത്തിനകത്തെയോ പല വേദനകളും കണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു തലമുറയുടെ നടുവിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. എന്നാൽ പല വേദനകളും കണ്ടുവന്നവരാ നമ്മള്, പല താഴ്ചകളും കണ്ടുവന്നവരാ നമ്മള്, മരണനിഴലിന്റെ താഴ്വര പലതും കണ്ടുവന്നവരാ നമ്മള്. അതെ, അവർക്ക് മനസ്സിലാകുന്നതിലും കൂടുതൽ നമ്മൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ദെബോറയെ പോലെ തപ്പെടുത്ത് പാട്ടുകൾ പാടാനായിട്ട് ഉള്ള പ്രാഗൽഭ്യം നമുക്കുണ്ടാവണം. ഈ ആഴമായ വേദന മോശയ്ക്ക് ഉണ്ടായിരിക്കില്ല. പക്ഷെ മിറിയാമിന് മനസ്സിലായി. അവൻ മോശയെ സംബന്ധിച്ച് എന്താണ്? ഫറവോന്റെ പുത്രനായിട്ട്, ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് കൊട്ടാരത്തിൽ വളർന്നു, കൊട്ടാരത്തിൽ അഭ്യസിച്ചു, മേശമേൽ വിരിക്കപ്പെട്ട നല്ല നല്ല പോഷണം നിറഞ്ഞ ഭക്ഷണങ്ങൾ കഴിച്ചു. ഈ സ്ട്രഗിളൊന്നും അറിയാതെ മോശ വളർന്നത്. കൊട്ടാരം വിടേണ്ടതായിട്ട് വന്നു. പിന്നെ മോശയെ ദൈവം പഠിപ്പിച്ച വിധങ്ങൾ അത് വേറെ. കൊട്ടാരം വിടേണ്ടതായിട്ട് വന്നു. അടുത്ത 40 വർഷം മരുഭൂമിയില്. എന്നാല് ഈ കുഞ്ഞു മോശയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് കാണാനായിട്ട് ദൂരെ മാറി കാവല് നിന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു, മിറിയാം. ആ മിറിയാമിന് തപ്പെടുത്ത് പാട്ടുപാടാൻ അല്ലാണ്ട് വേറെന്താ മിറിയാമിന് വേറെന്താ ചെയ്യേണ്ടത്? മിറിയാമിന് എങ്ങനെ മൗനമായിട്ടിരിക്കാൻ കഴിയും? ബാക്കിയുണ്ടായിരുന്ന സ്ത്രീകളെയും കൂടെ ചേർത്ത് അവിടെ ഒരു ലേഡീസ് മീറ്റിംഗ് തന്നെ നടത്തി തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിനകത്തുമുള്ള ആ വേദനയുടെ ആഴങ്ങൾ ഒരു പക്ഷെങ്കിൽ പുരുഷന്മാർക്ക് മനസ്സിലാകുന്നതിലും കൂടുതൽ സെൻസിറ്റീവാണ് സ്ത്രീകൾ. നമുക്ക് ദൈവം അങ്ങനെ ഒരു വലിയ അനുഗ്രഹം തന്നിട്ടുണ്ട്. നമ്മളത് അയ്യോ ഇങ്ങനൊക്കെ പറയാനുള്ള കാരണം എന്താ? നമ്മൾ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ്. നമുക്കത് കൂടുതൽ നമ്മളിൽ അത് റിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് അവര് പറയാത്തത് കൊണ്ടായിരിക്കാം ചിലർ സെൻസിറ്റീവ് ആയവരുണ്ട്. പക്ഷെങ്കില് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകം അങ്ങനെ ഒരു കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് മനസ്സിലാക്കാനും ദൈവസന്നിധിയില് ഒരു ദൗത്യം നമ്മളെ കൊണ്ട് നിറവേറ്റാനും ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ കഴിയും. മിറിയാം ഒരു പ്രവാചകിയായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നു. മിറിയാം പ്രവാചകിയായിരിക്കുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? മിറിയാം അന്നൊരു പ്രവാചകിയായിരുന്നു. അന്ന് അടുത്തൊരു കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് വേണോ വേണ്ടയോ എന്ന് ജക്കോബേദും അമ്രാമും ചിന്തിച്ചങ്ങനെ നിൽക്കുമ്പോൾ മിറിയാം അവരുടെ ഭവനത്തിലെ മൂത്ത മകൾ പ്രവാചകിയായിട്ട് നിൽക്കുക. അവളെ പ്രവചിച്ചു. ദൈവത്തിൽ നിന്ന് അവൾക്കൊരു ആലോചന ലഭിച്ചു. ഇത് ജൂയിഷ് ഡോക്യുമെന്റ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. മിറിയാം പ്രവാചകി എന്നിവിടെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അവൾ പറഞ്ഞു, ഇല്ല, അടുത്തൊരു പൈതൽ ഈ ഭവനത്തിൽ ജനിക്കണം, അവൻ ഇസ്രായേലിന് വീണ്ടെടുപ്പുകാരനായിരിക്കും എന്ന് പറഞ്ഞ് പ്രവചിച്ചൊരു പ്രവാചകിയാണിത്. അതുകൊണ്ട് എന്തുകൊണ്ടും മിറിയാമിന് മോശയുടെ ജീവിതത്തിൽ ഏറെ പങ്കുണ്ട്. ഇങ്ങനെ മോശ ഇവിടെ പാട്ടുപാടി എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. മോശ പാടിയ പാട്ട് ഇവിടെ കൊണ്ട് നിൽക്കത്തില്ല. ശത്രുക്കളുടെ നടുവിൽ നിന്ന് ജയം പ്രാപിച്ച് ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് ഇസ്രായേൽ മക്കളെയും കൊണ്ട് ചെങ്കടൽ കടക്കാൻ തക്കവണ്ണം നായകത്വം വഹിച്ച ആ മോശയുടെ വായിൽ നിന്ന് വന്ന പാട്ട് പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ നിൽക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കുന്നു. അതെ, അവിടെ അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും ചൊല്ലി
സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സകല ജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയുള്ളവ. കർത്താവെ, ആര് നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏക പരിശുദ്ധൻ എന്ന് പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിൽ പാടുന്ന പാട്ട് അവര് പാടുന്നത് ആരുടെ പാട്ടാണെന്നറിയാമോ? മോശയുടെ പാട്ടാണ്. ചെങ്കടൽ കടന്നപ്പോൾ പാടിയ പാട്ട് അവര് അന്ന് അവിടെ പാടുമെന്ന് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്രായേൽ മക്കൾ വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു. വലിയ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനത്തിനായിട്ട് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതെപ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസത്താൽ ചെങ്കടൽ കടന്നു എന്നാണല്ലോ നമ്മളിവിടെ വായിക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യത്തില് 28ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ മോശയാണ് കടിഞ്ഞൂലുകളുടെ സംഹാരകൻ തൊടാതിരിക്കുവാൻ പെസഹ ചോരത്തെളിയും ആചരിച്ചത്. മോശയാണ് പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതിനെ കുറിച്ച് മോശയുടെ വിശ്വാസം അവിടെ പറയുന്നത്. 28ാം വാക്യത്തിൽ വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവനെ തൊടാതിരിപ്പാൻ, ഇസ്രായേൽ മക്കളെ തൊടാതിരിപ്പാൻ അവിടെ ചോരത്തെളി ആചരിച്ചു എന്നവിടെ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇവിടെ ഈ വാക്യം 29ാമത്തെ വാക്യം നമ്മൾ കണ്ടല്ലോ. മോശയുടെ വിശ്വാസത്തിൽ നിന്ന് ഇസ്രായേലിന്റെ വിശ്വാസത്തിലേക്ക് ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാം. 28ൽ മോശയുടെ വിശ്വാസം, 29ാമത്തെ വാക്യത്തില് ഇസ്രായേലിന്റെ വിശ്വാസം. അപ്പൊ എല്ലാ ഇസ്രായേലിലും പെസഹായും ചോരത്തെളിയും ഒക്കെ അവര് മോശയോട് ചേർന്ന് അവർ ആചരിച്ചെങ്കിലും മോശ വിശ്വാസത്താൽ അത് ചെയ്തതിനെ ഇവരനുസരിക്കുക മാത്രമാണ് ചെയ്തത്. അനുസരണം അത് വിശ്വാസത്താൽ അവർക്ക് അവിടെ വെളിപ്പെട്ടു വന്നു. ദൈവം അതുകൊണ്ട് അവരെ വിടുവിച്ചു. അപ്പോൾ അങ്ങനെ 28ൽ നമ്മൾ കാണുന്നു മോശയുടെ വിശ്വാസം എന്ന്. ഒരു പക്ഷെങ്കില് എന്തായിരിക്കും അവിടെ നിന്ന് പെട്ടെന്ന് ഇസ്രായേൽ മക്കളുടെ വിശ്വാസം എന്നവിടെ ഒരു ഷിഫ്റ്റ് വരാൻ കാര്യം? 28ഉം 29ഉം തമ്മില് എന്തുകൊണ്ട് വിശ്വാസത്താൽ മോശ ചെങ്കടൽ കടന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നില്ല? ഒരു പക്ഷെങ്കിൽ കാരണം ഈ എബ്രായ ലേഖന ആദ്യ അധ്യായങ്ങളില് ഇസ്രായേൽ മക്കളുടെ സ്വഭാവത്തെ കുറിച്ചൊക്കെ ഈ എബ്രായ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ നിന്നപ്പോഴത്തെ അവരുടെ കുറച്ച് സ്വഭാവങ്ങൾ നമ്മൾ ഇപ്പോൾ കണ്ടു. എബ്രായ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്തും ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ കുറിച്ച് പറയുന്നത് 3ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഈജിപ്തിൽ നിന്ന് വന്ന ഈ ഇസ്രായേൽ മക്കളുടെ തലമുറയുണ്ടല്ലോ, അവർ ദുഷ്ടരും അവിശ്വാസികളുമായിരുന്നു. അവരുടെ ഹൃദയം കഠിനമായിരുന്നു. 3:9 പറയുന്ന അവരുടെ പിതാക്കന്മാര് ദൈവത്തെ പരീക്ഷിച്ചു. 40 ആണ്ട് അവരുടെ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടിട്ടും അവര് ദൈവത്തെ ശോധന ചെയ്തു. 3:10 ഇതൊക്കെ ഇസ്രായേൽ മക്കളുടെ ബയോഡേറ്റയാ കേട്ടോ. നമ്മൾ പറയരുത്, നമ്മൾ ചിന്തിക്കരുത് ഇസ്രായേൽ മക്കൾ മാത്രമാണ് അത് ചെയ്യുന്നത്. ഇന്ന് ഇതിന്റെ 100 മടങ്ങിൽ കൂടൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 3:10 ഇസ്രായേൽ മക്കൾ ചെയ്യുന്ന മറ്റൊരു കാര്യം, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവര്. 3:11 പറയുന്നു, അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ദൈവം പറഞ്ഞു, ഇവരെ ഞാൻ ഈ ചെങ്കടൽ കടത്തത്തില്ല, ഇവരെ ഞാൻ യോർദാൻ കടത്തത്തില്ല, ഇവരെ ഞാൻ കരാനാട്ടിൽ പ്രവേശിപ്പിക്കത്തില്ല എന്നതുപോലെയുള്ള സ്വഭാവമായിരുന്നു ഇവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത്. 3:12 ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയേണ്ടതിന് അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയമുള്ളൊരു ജനമായിരുന്നു ഇവര്. അവിശ്വാസമുള്ളൊരു ദുഷ്ടഹൃദയമുള്ളൊരു ജനമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് കാണാം, മോശ എന്ന ഒരുവന്റെ ആ വിശ്വാസത്തോടു കൂടിയുള്ള രക്തത്തളി ആചരിച്ചത് നിമിത്തം, അത് പെസഹായും ചോരത്തളിയും ആചരിച്ചത് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ കടക്കാനിടയായി, ഇസ്രായേൽ മക്കൾക്ക് എരിഹോവിന്റെ മതില് തകർക്കാനിടയായി തീർന്നു എന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്നറിയാം? പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തില് ഇവിടെ നമുക്ക് കാണാം. അതെ, ഇസ്രായേൽ മക്കൾ മുഴുവനും മോശയിലേക്ക് ചേരുവാൻ അവർ സ്നാനമേറ്റു എന്ന് 1 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നു. അവർ കടന്നു പോയപ്പോഴും അവര് മോശയോട് ചേർന്ന് അത് സ്നാനത്തിന് മുൻകുറി എന്ന് പറഞ്ഞ് ആ ഒരു ഭാഗം നമുക്ക് 1 കൊരിന്ത്യർ 10 കാണാം. പക്ഷെ അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, അവരിൽ അധികം പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവര് ചെങ്കടൽ കടന്നത് കൊണ്ട് അത് പിന്നീടുള്ള ജീവിതം ദൈവത്തിന് പ്രസാദകരമായിട്ട് അവർ ജീവിച്ചില്ല എങ്കിൽ അവർ ദൈവത്തോട് കണക്ക് പറയണം. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെ. ഒരിക്കൽ സമർപ്പിച്ചു, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം മനസ്സിലായി ഞാൻ സ്നാനപ്പെട്ടതുകൊണ്ട് എന്റെ ജീവിതം അങ്ങ് തീരുവല്ല, സ്നാനപ്പെട്ടതുകൊണ്ട് ഞാൻ എന്തോ ആയിത്തീരുവല്ല, ഇനി ജീവിതം എന്റെ മുന്നിൽ കിടക്കുക, എന്റെ ജീവിതം മുൻപിൽ കിടക്കുക, ഏത് സമയത്തും ദൈവം എന്നിൽ പ്രസാദിച്ചില്ല എന്നുള്ള ആ കഠിനമേറിയ ശബ്ദം എന്റെ കാതുകളിൽ വന്ന് അടിക്കാതിരിക്കാൻ തക്കവണ്ണം, അതേ ദൈവസഭയിൽ എടുത്ത തീരുമാനത്തിന് യോഗ്യമാവണ്ണം
അവന്റെ വചനത്തിന് യോഗ്യമാവണ്ണം, ഞാൻ എടുത്ത തീരുമാനത്തിന്റെ ആഴങ്ങൾക്ക് യോഗ്യമാവണ്ണം, അവന്റെ നാമത്തിന് യോഗ്യമാവണ്ണം, അവന്റെ വിശുദ്ധിക്ക് യോഗ്യമാവണ്ണം ഞാൻ അടുത്തൊരു ജീവിതം നയിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ അവർ മരുഭൂമിയിൽ കൂടി നടന്നപ്പോൾ ദൈവം അവർ പ്രസാദിച്ചില്ലെന്ന് എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10:2 എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും കൂടി സ്നാനമേറ്റ് മോശയോട് ചേർന്നു. മോശ പഴയ നിയമത്തിലെ മോശ, പുതിയ നിയമത്തിലെ ക്രിസ്തുവ. അപ്പൊ മോശയോട് ചേരാൻ സ്നാനപ്പെട്ടൊരു ജനത്തെ കുറിച്ച് ഇവിടെ പറയുന്നു. എന്നാൽ 5-ാം വാക്യത്തിൽ, നമ്മുടെ വിഷയം അവിടെയല്ല, 5-ാം വാക്യത്തിൽ, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. നമുക്കൊരു വലിയ വാണിംഗ് ആണ് ഇവിടെ 1 കൊരിന്ത്യർ 10 തരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ആഴമേറിയ തീരുമാനങ്ങളൊക്കെ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു കഠിന വാക്ക് കേൾക്കാൻ നമ്മൾക്ക് ഇടവരരുത്. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവർ മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു ഇട്ടു എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. എന്നാൽ ഇപ്പോൾ ഇവിടെ അവർ വിശ്വാസത്താൽ, ഇവിടെ നമ്മൾ വായിച്ചു ചെങ്കടൽ കടന്നു, വിശ്വാസത്താൽ അവരെ ചെങ്കടൽ കടത്തി. ഇപ്രകാരമുള്ളൊരു ജനത്തെ ദൈവം ചെങ്കടൽ കടത്തി. വിശ്വാസികളായ ഒരു ശേഷിപ്പിന്റെ വിശ്വാസം ഒരു രാജ്യത്തെ മുഴുവൻ ബാധിക്കപ്പെടുന്നു എന്ന് നമുക്കിവിടെ കാണാം. ആ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ കുറച്ചുപേര് ഡെഡിക്കേറ്റഡ് ആയിരിക്കും, അവരെ നമുക്ക് ശേഷിപ്പെന്ന് വിളിക്കാം. ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു സമർപ്പണത്തിലേക്ക്, അവൻ എന്ത് പറഞ്ഞാലും കർത്താവ് എന്ത് വില കൊടുത്തു, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് വില കൊടുത്തും ഞാൻ ആ കർത്താവിന്റെ വഴിയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ശേഷിപ്പാണ്. നമ്മളൊരു ശേഷിപ്പെന്ന് പറഞ്ഞാൽ നീക്കിയിരിപ്പ്, തലേ ദിവസത്തെ ചോറിന്റെ ബാക്കി പിറ്റേന്ന് പഴുന്നിങ്ങി ആയതുപോലെ അല്ല കേട്ടോ. ശേഷിപ്പ് എന്ന് പറഞ്ഞാൽ ദൈവം പ്രിസർവ് ചെയ്തത്. നോഹയോട് കൂടി 8 പേര് പെട്ടകത്തിൽ, അതാണ് ശേഷിപ്പ്, അതാണ് ശേഷിപ്പ്, അത് നീക്കിയിരിപ്പല്ല. അപ്പോഴ് അങ്ങനെ ഉള്ള ഒരു നീക്കിയിരിപ്പിന്റെ പ്രവൃത്തി അത് ഒരു പക്ഷെങ്കിൽ ആ രാജ്യത്തിന് മുഴുവൻ അതൊരു അനുഗ്രഹമായിട്ട് തീരും. ഇന്ന് നമ്മളിവിടെ മുഴങ്കാലുകളെ മടക്കുമ്പോൾ നമ്മളുടെ ഭവനത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ അതൊരു അനുഗ്രഹമായിട്ട് തീരാനുള്ള കാര്യം മറ്റൊന്നുമല്ല, പിന്നെയോ ഈ ശേഷിപ്പിന്റെ വിശ്വാസം കൊണ്ടാണ്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്ന അപ്പോസ്തല പ്രവൃത്തി 27 അവിടെ ഒരു കാര്യം കാണാം. അവര് കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവര് കപ്പലിൽ കൂടി യാത്ര ചെയ്യുക, അവര് ബാക്കിയുള്ളവരൊന്നും ദൈവത്തിൽ വിശ്വസിച്ചില്ല. അവര് ജാതികളൊക്കെ ആയിരുന്നു. പക്ഷെങ്കിൽ പൗലോസൻ എന്ന ഒരുവന്റെ വിശ്വാസ നിമിത്തം ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 27:20 തൊട്ട് വായിച്ചാല് വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാതെ കൊടുങ്കാറ്റടിച്ചിരിക്കാൻ ഞങ്ങൾ രക്ഷപ്പെടും എന്നുള്ള ആശയൊക്കെ അവിടെ അറ്റുപോയി. ഒരാശയമില്ല അവർ രക്ഷപ്പെടുമെന്ന്. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, പുരുഷന്മാരെ, എന്റെ വാക്ക് അനുസരിച്ച് ക്രേത്തയിൽ നിന്ന് നീക്കാതെയും ഈ കഷ്ടങ്ങള് സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഈ നഷ്ടവും കഷ്ടവും നമുക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. എന്നിട്ട് പൗലോസ് അവരോട് പറയുന്നത് എങ്ങനെയാ, എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടരുത്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ദൈവം നിനക്ക് ദാനമായിട്ട് തരുമെന്ന് ദൂതൻ പൗലോസിനോട് പറഞ്ഞു. അതുകൊണ്ട് പുരുഷന്മാരെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ എന്ന് പൗലോസ് പറഞ്ഞിട്ട് പറയാം, ഞാൻ ഇത് പറഞ്ഞ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. പൗലോസ് എന്ന ഒരുവന്റെ വിശ്വാസ നിമിത്തം അന്ന് കപ്പലിൽ ഉണ്ടായിരുന്ന അത്രയും ആൾക്കാര് രക്ഷപ്പെടാനിടയായി തീർന്നു. ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ വിശ്വാസ നിമിത്തം. അത് തിരുവനന്തപുരത്തിന്റെ പ്രിൻസിപ്പിളാണ്. കാരാഗ്രഹ പ്രമാണി ഒരു മനുഷ്യൻ വന്ന് പൗലോസും ശീലാസിനോടും പറഞ്ഞ്, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയപ്പോ പറഞ്ഞു, അയ്യോ ഞങ്ങളെ തന്നെ കൊല്ലാൻ പോവുക, നിങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ പോകും, നിനക്കൊരു ഹാനിയും വരുത്തരുത്, ഞങ്ങൾ രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. കാരാഗ്രഹ പ്രമാണി, നീ അങ്ങ് വിശ്വസിക്കുക ആദ്യം, അപ്പൊ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും. ഒരുവന്റെ വിശ്വാസം, മോശയുടെ വിശ്വാസത്തോടു കൂടിയുള്ള രക്തത്തളി ആചരണം, മോശയുടെ വിശ്വാസത്തോടു കൂടിയുള്ള പെസഹ കുഞ്ഞാടിനുള്ള വിശ്വാസം ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്താൻ ഇടയാക്കി തീർത്തു. മോശയുടെ വിശ്വാസത്തോടു കൂടി മോശയുടെ കരം ആ കടലിന് മീതെ ഉയർത്തിയതുകൊണ്ട്, മോശയുടെ വടി ആ കടലിന് മീതെ നീട്ടിവെച്ചത് കൊണ്ട് ഇസ്രായേൽ മക്കള് കടന്നുപോയി. അവരിൽ എല്ലാവരിലൊന്നും വിശ്വാസമില്ലായിരുന്നു. അവരുടെയൊക്കെ ഒത്തിരി സ്വഭാവങ്ങൾ നമ്മൾ കണ്ടില്ലേ. ദുഷ്ടത പ്രവർത്തിക്കുന്ന ജനം, കഠിനത പ്രവർത്തിക്കുന്ന ജനം, അവർക്ക് തിരിച്ചുപോയാൽ മതി എന്ന്
പറയുന്ന ജനം, ഭയപ്പെട്ട ജനം, മരിച്ചാ മതി എന്ന് പറഞ്ഞ ജനം, കൊല്ലാനാണോ ദൈവം കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് ദൈവത്തെ ചോദ്യം ചെയ്ത ജനം. ഈ ജനത്തില് കുറച്ചു പേർക്കൊക്കെ കാണും വിശ്വാസം, പക്ഷെങ്കിൽ എല്ലാവരെയും ദൈവം അവിടെ ഉൾപ്പെടുത്തി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് സാഹചര്യങ്ങളിലും അവിശ്വാസികൾക്ക് മാത്രമായിട്ട് നടന്ന ദൈവം തൽക്കാലത്തേക്ക് അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. പക്ഷെ ആ ഒരു വിടുതൽ കൊണ്ട് അവരുടെ ഡെസ്റ്റിനിയിൽ എത്തുമെന്നൊന്നും ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിച്ചത് കൊണ്ട് കുടുംബം ഒക്കെ രക്ഷപ്പെട്ട് അവർക്ക് നല്ല ജോലി കിട്ടി, നല്ല കാര്യങ്ങളിലൊക്കെ അവർ വന്നു എന്നതുകൊണ്ട് എന്നാളും അങ്ങനെ പോകുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും വിചാരിക്കരുത്. അവർക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു സമർപ്പണം അവരെടുക്കണം. ഇന്നൊരു പക്ഷെങ്കില് പാവം പിടിച്ചൊരു തള്ളയോ തന്തയായിരുന്നു നിലവിളിക്കുന്ന നിമിത്തം കുഞ്ഞുങ്ങൾക്ക് അവിടെ രക്ഷ വന്നെന്നിരിക്കും. പക്ഷെങ്കില് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ, അവർ ക്രിസ്തുവിനുള്ളവരായിട്ട് തീരണം, അവർ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരായിട്ട് തീരണം, വില കൊടുത്ത് ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരായിട്ട് അവർ തീരണം. ഈ താൽക്കാലിക വിടുതല് എപ്പോഴും നിലനിൽക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. കണ്ണുനീരിന്റെ മുമ്പില് ദൈവം വന്നു വിടുവിച്ചു. ഇവർ ചെങ്കടൽ കടന്നത് കൊണ്ട് കനാൻ നാട്ടിൽ പ്രവേശിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രവേശിച്ചുമില്ല. ആദ്യത്തെ തലമുറ മുഴുവൻ മരുഭൂമിയിൽ മരിച്ചു വീണില്ലേ? രണ്ടാം തലമുറ മാത്രമേ അവിടെ കയറിയുള്ളൂ. ഒരിക്കൽ അവിശ്വാസിയെ ഒരുവന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതുകൊണ്ട് ആ വ്യക്തിക്ക് സ്വർഗത്തിൽ അങ്ങ് പോകാനൊരു വീസ കിട്ടി എന്നൊരിക്കലും നമ്മൾ വിചാരിക്കരുത്. ഇങ്ങനത്തെ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ നമ്മൾ പഠിക്കണം. ഇവിടെ ഇസ്രായേൽ മക്കളെ പോലെ പെസഹ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് വിശ്വാസത്തോടെ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കാമെന്ന് ഉറച്ച തീരുമാനത്തോടെ ഇറങ്ങി വരാം നമ്മൾ ഓരോരുത്തരും. മോശയുടെ വിശ്വാസം ഇവിടെ ഊന്നി പറയുന്നു. ഇസ്രായേൽ മക്കൾ അത് അനുസരിച്ചു എന്നുള്ളത് വളരെ ശ്രദ്ധാർഹമാണ്. അതിനുശേഷം ഇസ്രായേൽ മക്കൾ വിശ്വാസത്തോടെ ചെങ്കടലും കടന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മോശ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് നിൽക്കുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവം മോശയുടെ വിശ്വാസത്തെ മാനിച്ചു. മോശയുടെ അനുസരണത്തെയും മോശയുടെ ത്യാഗത്തെയും മോശയുടെ താഴ്മയും മോശയുടെ ദൈവസന്നിധിയിലുള്ള ആ മോശ വരുത്തിയ രൂപാന്തരങ്ങളും ഒക്കെ ദൈവം മാനിച്ചു നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് ഇവിടെ ഒരു വലിയ അനുഗ്രഹം വന്നു. അവരുടെ പേര് എബ്രായ ലേഖനത്തില് ഉൾപ്പെടുത്താനിടയായിട്ട് തീർന്നു. 28, 29 വാക്ക് ഒരുമിച്ച് നമ്മൾ വായിക്കണം. വിശ്വാസത്താൽ മോശ കടിഞ്ഞൂലുകളുടെ സംഹാരങ്ങൾ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. 29 വാക്യം, വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ കരയിൽ എന്നതുപോലെ ചെങ്കടലിൽ കൂടി കടന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ഇത് എങ്ങനെയാണ് ചേർത്ത് വെക്കാൻ കഴിയുന്നത്? റോമാലേഖനം 5-ാം അധ്യായത്തിലും നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നു. അത് ഒരുവന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു, എന്നാൽ ഏക മനുഷ്യനായ ഒരു മോശ പെസഹായിൽ വിശ്വസിച്ചു, കുഞ്ഞാടിൽ വിശ്വസിച്ചു, ആ രക്തത്തിൽ വിശ്വസിച്ചു, ആ രക്തത്തിന്റെ തളിയിൽ വിശ്വസിച്ചു, ആ രക്തത്തിലെ ജീവനിൽ ആ മോശ വിശ്വസിച്ചു. ഇവിടെ റോമർ 5:15 വായിക്കുന്നു, ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനം അനേകർക്ക് വേണ്ടി ഏറ്റവും കവിഞ്ഞിരിക്കുന്നു. വീണ്ടും റോമർ 5:17 വായിക്കുന്നു, യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ അധികമായിട്ടുള്ള ജീവനിലേക്ക് കടക്കുന്നു. ഒരുവന്റെ നീതി നിമിത്തം, ഒരുവന്റെ അനുസരണം നിമിത്തം നമ്മളൊക്കെ നീതിമാന്മാരായിട്ട് തീർന്നു. നമ്മൾ ഇന്ന് ആ ഒരു മനുഷ്യരല്ല വിശ്വസിക്കുന്നത്, ആ ഒരു മനുഷ്യരെ നമ്മൾ വിശ്വസിക്കുക. അന്ന് മോശയെ നായകനായിട്ട് അവർ വിശ്വസിച്ചു. മോശ ചെയ്ത പെസഹ അറുത്ത കുഞ്ഞാടിൽ അവർ വിശ്വസിച്ചു. ഇന്ന് പെസഹ കുഞ്ഞാടായിട്ട് അറുക്കപ്പെട്ട ആ ഏക യാഗത്തിൽ, ആ ഏക മനുഷ്യനിൽ, ആ ഏക മനുഷ്യപുത്രനിൽ നമ്മൾ വിശ്വസിക്കുക ചെയ്യുന്നത്. യോഹന്നാൻ 5:24 വായിക്കുന്നു, ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഒരു ചെങ്കടൽ എന്ന മരണത്തിൽ നിന്ന് ചെങ്കടലിന്റെ അക്കരയിലേക്ക് നമ്മളെ അവൻ കടത്തിയിരിക്കുന്നു. അവന്റെ വചനം കേട്ട് ആ പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുമ്പോൾ വി വിൽ ക്രോസ് ഓവർ. നമ്മൾ ചെങ്കടലിനെ നമ്മൾ കടക്കും. എങ്ങനെ? വിത്ത് ദാറ്റ് വൺ മാൻ, ആ ഏക മനുഷ്യനാൽ. പഴയ നിയമത്തിലെ നിഴലായിട്ട് നിൽക്കുന്ന മോശ, പുതിയ നിയമത്തിലെ കർത്താവ് യേശു ക്രിസ്തുവിനാല് നമ്മൾ ഈ ചെങ്കടൽ കടക്കുക തന്നെ ചെയ്യും. 1 Corinthians 15 വായിക്കുന്നു, കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവം. നമ്മുടെ തന്നെ ജയമല്ല, അവൻ നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തിട്ട് പറയും, മക്കളെ നീ എടുത്തോ ഈ ജയം.
നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒക്കെ കളിക്കുന്നുണ്ടെ അവർക്ക് കളിച്ച് ജയിക്കാൻ കഴിയത്തില്ല. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ചിലപ്പോൾ തോറ്റു കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? എന്റെ കുഞ്ഞ് ജയിക്കാനായിട്ട്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അനേകർക്ക് തോന്നി അവൻ തോൽക്കുകയാണെന്ന്. അവിടെ അല്ല, അവൻ തോൽക്കുകയായിരുന്നില്ല. എന്നെയും നിങ്ങളെയും ജയിപ്പിക്കേണ്ടതിന് അവൻ ശരീരത്തിൽ ചില തോൽവികൾ അവൻ അനുഭവിച്ചു. ശരീരത്തിൽ ചില കഷ്ടതകൾ അവൻ അനുഭവിച്ചു. തൽക്കാലത്തേക്ക് ഒരു തോൽവിയായിട്ട് തോന്നി. ഞാനും നിങ്ങളും അതെ ആ ജയം ഏറ്റെടുക്കേണ്ടതിന് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് നമുക്ക് ജയം തരുന്ന ഒരു കർത്താവ്, നമ്മളെ ചെങ്കടൽ കടത്തുന്ന ഒരു കർത്താവ്, ഏകന്റെ അനുസരണത്താല്, ഏകന്റെ നീതിയാല്, ഏകന്റെ വിശുദ്ധിയാല്, ഏകന്റെ മരണത്താല് നമ്മൾ ഇന്ന് ചെങ്കടൽ കടന്നിരിക്കുക. നമ്മളെ ജയിച്ചവരായിട്ട് കാണണം. കർത്താവിന് അത് ആഗ്രഹം. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകളെ കുറിച്ച് പറയുന്നു. അവിടെ 7 സഭകളിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ജയിക്കുന്നവൻ. ലവദോക്യ സഭയോട് പറയുന്നു 3:21 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ. അല്പസമയത്തേക്ക് കാൽവരി ക്രൂശിൽ ജഡത്തിൽ ബലഹീനത പോലെ മനുഷ്യർക്ക് കണ്ടപ്പം തോന്നിയത് കൊണ്ട് അവൻ എന്നേക്കുമായിട്ട് അവിടെ പരാജയപ്പെട്ടവനല്ല. അവൻ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റവനാ. ഇവിടെ 3:21 വായിക്കുന്നു, ഞാനും ജയിച്ച്, മരണത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച് അതെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളും അതെ എന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നിങ്ങൾക്ക് വരം നൽകും. നിങ്ങളെ ഞാൻ ജയിച്ചവരാക്കി തീർക്കും. അവന്റെ ജയം നമ്മുടെ ജയമാണ്. അവന്റെ ജയം നമ്മുടെ ജയമായി തീരണമെങ്കിൽ നമ്മൾ ഈ ജയിച്ചവനിൽ വിശ്വസിക്കണം. നമ്മൾ ഈ ജയിച്ചവനെ അനുസരിക്കണം. നമ്മൾ ഈ ജയിച്ചവനെ പിൻപറ്റണം. നമ്മൾ ഈ ജയിച്ചവന് വേണ്ടി ജീവിക്കണം. എബ്രായർ 2:10 വായിക്കുന്നു, സകലത്തിന്റെ ലാക്കും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുക. നമ്മളെല്ലാം ഈ തേജസ്സിലേക്ക് നടത്തുമ്പോൾ നമ്മുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങൾ തികഞ്ഞവനാക്കുക. ഒരു മോശ വിശ്വസിച്ച് പെസഹാത്തളി ആചരിച്ചപ്പോൾ നമുക്ക് ചെങ്കടൽ കടക്കാനായിട്ട് ദൈവം വഴിയൊരുക്കിയിരിക്കുന്നു. വിശ്വാസത്താൽ അവർ, ഞാനും നിങ്ങളും കരയിൽ എന്നതുപോലെ ചെങ്കടൽ കൂടി കടന്നു. നമുക്ക് പിന്നാലെ വന്ന മിസ്രൈമർ അവരെ ചെങ്കടല് വിഴുങ്ങിക്കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളത്. ഇന്ന് നമ്മളുടെയും പേര് ഈ എബ്രായർ 11 ഉണ്ടെന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനത്താല് കർത്താവ് നമ്മളെ ധാരാളമായിട്ട്